ഹായ് ഗൈസ്, നമ്മൾ കോട്ടക്കലിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഷോപ്പാണ് നമ്മുടെ ബിരിയാണി ചെമ്പ് എന്നുള്ളത്. അവിടെ ഒത്തന്റിക് ആയിട്ടുള്ള തലശ്ശേരി ബിരിയാണി അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ മാസത്തിൽ ഒരിക്കലൊക്കെ വല്ലപ്പോഴും നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഇപ്പോൾ നല്ലൊരു ഫുഡ് ടേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. അങ്ങനെ നമ്മൾ പോയി നോക്കുന്ന സമയത്ത് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയുടെ കൂടെ തന്നെ നന്നായിട്ട് എൻജോയ് ചെയ്ത് നമുക്ക് ഫുഡ് കഴിക്കാൻ സാധിച്ചു. നമുക്ക് അവിടെ ഫസ്റ്റിൽ കൊണ്ടുവന്ന് വരുന്നു കുട്ടീനെ കിടത്താൻ വേണ്ടി നമുക്ക് സോഫ സെറ്റിൽ കുട്ടീനെ കിടത്തുകയും ഒപ്പം നമുക്ക് കുട്ടിക്ക് പാല് കൊടുക്കാനോ ലാക്ടോജൻ കൊടുക്കാനൊക്കെ സാധിച്ചു. എല്ലാവരും നല്ല എൻജോയ് ചെയ്തു കേട്ടോ. കുറച്ചു നേരം വെയിറ്റ് ചെയ്ത സമയത്ത് നമുക്ക് അലീസ എത്തി. അലീസ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു. സാൾട്ട് ആഡ് ചെയ്യേണ്ടവർക്ക് സാൾട്ട് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഷുഗർ ഉണ്ടായിരുന്നു, അത് ആഡ് ചെയ്യേണ്ടവർക്ക് ഷുഗർ ആഡ് ചെയ്യാം. ഷാമോനൊക്കെ നല്ല എൻജോയ് ചെയ്ത് കഴിച്ചു. എനിക്കും തന്നെ നല്ല ഇഷ്ടമായി. സിറിനാണ് ഏറ്റവും കൂടുതൽ അലീസ ഇഷ്ടപ്പെട്ടത്. പക്ഷേ നമ്മുടെ ഷെസിമോന് അത്ര അലീസ ഇഷ്ടപ്പെട്ടിട്ടില്ല. പെൺകുട്ടിനെ കളിപ്പിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. പക്ഷെ അടുത്ത ബിരിയാണിക്ക് വേണ്ടി ഒതന്റിക് ആയിട്ടുള്ള ബിരിയാണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഷെസിമോന് കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല അലീസ. ഓക്കെ, എങ്ങനെയായാലും അവിടുത്തെ ആംബിയൻസും കാര്യങ്ങളൊക്കെ കൂടിയായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഉണ്ടായിരുന്നത്. വളരെ നല്ല വലിയൊരു ബില്ലൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. കാരണം ഇത്രയും നല്ലൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ ഫസ്റ്റിൽ അലീസ വന്നു. പിന്നെ ബിരിയാണി ഒതന്റിക് ആയിട്ടുള്ള തലശ്ശേരി ബിരിയാണി തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം കൂടി നമ്മൾ വലിയൊരു ബില്ലാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ മിതമായ സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന ഒരു ബില്ല് തന്നെ നമുക്കൊന്ന് ലഭിച്ചിട്ടുള്ളൂ. വളരെ സാറ്റിസ്ഫൈഡ് ആണ്, നല്ല ഫുഡാണ്. പക്ഷേ നമ്മുടെ ബ്രോയിലർ അല്ല നമുക്ക് ബിരിയാണി ആയിട്ട് ലഭിച്ചത്. നമ്മൾ ലഗോൺ ബിരിയാണി ആയിരുന്നു. ഷെസിമോനെ ജോനുവിനെ കളിപ്പിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവനത് നല്ലൊരു രസകരമായ കോമഡി ഒക്കെ പറഞ്ഞ് അവനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളൊക്കെ ബിരിയാണി അല്ല ഷിറിന് ഇഷ്ടപ്പെട്ടത് ചട്ടിച്ചോറാണ്. അവന് ചട്ടിച്ചോറ് ഓർഡർ ചെയ്തിരുന്നു. ചട്ടിച്ചോറ് മുമ്പേ ഒരു ആഗ്രഹമായിട്ട് പറഞ്ഞിരുന്നതാണ്, എനിക്കൊരു ചട്ടിച്ചോറ് കഴിക്കണം എന്നുള്ളത്. അങ്ങനെ ചട്ടിച്ചോറ് ഓർഡർ ചെയ്തു. ചട്ടിച്ചോറ് കഴിച്ചു തുടങ്ങിയപ്പോഴാണ് സത്യം മനസ്സിലായത്, ഒരാൾക്ക് ഒരു ചട്ടിച്ചോറ് മുഴുവനായിട്ട് കഴിക്കാൻ കഴിയില്ല എന്നുള്ളത്. കാരണം അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കണ്ടന്റുകൾ എന്ന് പറഞ്ഞാൽ ബീഫ്, ചിക്കൻ ഫ്രൈ ആക്കിയത്, ഫിഷ് കറി, അതുപോലെ തന്നെ പൂള, അതായത് കപ്പ, പിന്നെ ഓംലെറ്റ്, ഇങ്ങനെ പപ്പടം, ഇങ്ങനെ അത്യാവശ്യം നല്ല കറി, മോര് കറി എല്ലാം കൂടി ചേർന്ന് നല്ല ഒരു വാഴയിലയിലാക്കി ചട്ടിയിലാക്കിയിട്ടുള്ള ചട്ടിച്ചോറ് സൂപ്പർ, നല്ല ടേസ്റ്റായിരുന്നു. പകുതിയോളം ചെറിഞ്ഞ് കഴിക്കാൻ സാധിച്ചുള്ളൂ, ബാക്കി പകുതി എനിക്ക് കഴിക്കേണ്ടി വന്നു. ഓക്കെ, ഏതായാലും നല്ല രുചികരമായിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഉണ്ടായിരുന്നത്. വളരെ കുറഞ്ഞ പ്രൈസിലാണ് അവരിവിടെ ചട്ടിച്ചോറ് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റായിരുന്നു. ശരിക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിച്ചു.